മറ്റു വാർത്തകളിലേക്ക് പോകാം. കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ ഫ്ലെക്സ് ഒഴിവാക്കാൻ ധാരണ. പോലീസ് അസോസിയേഷനുകളിലെ CPM കോൺഗ്രസ് അനുകൂലികൾ തമ്മിലാണ് ഈ ധാരണയിലേക്ക് എത്തിയത്. ഫ്ലെക്സ് വെച്ചാൽ ദേവൻ ഏറ്റെടുക്കാൻ സാധ്യതയെന്നും KPO നേതാവ് CR ബിജുവിന്റെ ശബ്ദ സന്ദേശം. നമ്മൾ പോലീസാണ്. നമ്മുടെ ഇലക്ഷൻ നടക്കുന്ന 14 കേന്ദ്രങ്ങളും പോലീസ് പ്രമിസസ് ആണ്. അത് പൊതു ഇടമാണ്. പോലീസ് സ്റ്റേഷനുകളും പോലീസ് ക്യാമ്പുകളും എല്ലാം തന്നെ പൊതു ഇടമാണ്. അവിടെ നമ്മൾ ബോർഡ് വെക്കുകയോ തോരണം കെട്ടുകയോ ഒക്കെ ചെയ്താൽ അത് വിവാദമായി കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റുകാർ ചെയ്തതുപോലെ ആവില്ല പോലീസുകാർ ചെയ്യുമ്പോൾ. ദേവൻ അത് വല്ലാണ്ട് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇരുകൂട്ടരും ഉഭയസമ്മതപ്രകാരം 2 കൂട്ടരും വേണ്ട എന്നൊരു തീരുമാനമെടുത്താൽ അതായിരിക്കും ഉചിതം. ഒന്ന് ആലോചിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക എന്ന് പറഞ്ഞിരുന്നു. അവര് കൂടിയാലോചിച്ചിട്ട് ഇപ്പൊ അല്പം മുമ്പ് എന്നെ വിളിച്ചു. ആ തീരുമാനം അവരും അംഗീകരിച്ചു. അതിലേറ്റവും പ്രധാനമായിട്ട് പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടുകളിലോ പോലീസ് ക്യാമ്പുകളിലോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പ്രമിസസിൽ എവിടെയും ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്തും ഒരു ഫ്ലെക്സ് ബോർഡും വെക്കേണ്ടതില്ല. നമ്മുടെ പോസ്റ്റർ പതിച്ച് കെട്ടിക്കൊണ്ടുള്ള തോരണവും വേണ്ട. നോട്ടീസ് വിതരണവും സ്ലിപ്പ് വിതരണവും നടത്താം. പോസ്റ്റർ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലെ വിശ്രമ മുറികളിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ പോസ്റ്റർ ഒട്ടിച്ചു പോകാം. അതിന് തടസ്സം വരില്ല. ഇവിടുത്തെ വിശദാംശങ്ങളുമായി രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. രഘു, ദേവനെ പേടിച്ചാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ പോലീസ് അസോസിയേഷനുകൾക്ക് ഒരു സമവായം ഉണ്ടാകുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, ഫ്ലെക്സുകൾ അവർ ഉപയോഗിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശത്തിൽ തന്നെ വ്യക്തമാണ്. എങ്ങനെയാണ് ഈ ശബ്ദ സന്ദേശം ചോർന്നത്? എങ്ങനെയാണ് പോലീസ് അസോസിയേഷനുടെ തീരുമാനം? മാർഷൽ പറഞ്ഞതുപോലെ തന്നെ ദേവൻ അതിൽ കോടതിയെ പേടിച്ചെങ്കിലും ഈ ഭരണാനുകൂല ട്രേഡ് യൂണിയനുകളുടെ നേതാക്കന്മാർക്കൊക്കെ കോടതിയെങ്കിലും പേടിയുണ്ട് എന്നുള്ളത് നിയമവ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഏത് യൂണിയനിൽപ്പെട്ട നേതാക്കന്മാരാണെങ്കിൽ അവർ അമാനുഷികരും ഭയങ്കര ഉഗ്ര ശക്തിയുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥരെയൊക്കെ സാധാരണ നിലയിൽ പുച്ഛവും അവർ പറയുന്നതൊന്നും അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ സ്വാഭാവികമായിട്ട് തന്നെയുള്ളൊരു പ്രക്രിയ, അല്ലെങ്കിൽ അതാണ് കാലങ്ങളായി നടന്നു പോകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ പേടിയുള്ളത് എപ്പോഴും നല്ലതാണെന്ന് പൊതുവേ പറയാറുണ്ട്. അതുകൊണ്ട് കോടതിയെങ്കിലും ബഹുമാനമുള്ളത് ഏതായാലും സമൂഹത്തിന് നല്ലതാണ്. ഈ പോലീസ് സഹകരണ സംഘത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫ്ലെക്സ് വെക്കണ്ട എന്നുള്ളതും നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് പ്രകൃതി സംരക്ഷണമൊക്കെ ആയിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പ്രകൃതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഫ്ലെക്സുകളൊക്കെ ഒഴിവാകുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ഈ ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട് വായിക്കേണ്ടത്. കാരണം ഇത് കോൺഗ്രസിൻ്റെയും CPMൻ്റെയും അനുകൂല യൂണിയനുകൾപ്പെട്ട അല്ലെങ്കിൽ യൂണിയൻ പ്രവർത്തനം നടത്തുന്ന ആളുകൾ തമ്മിൽ എത്തിയ ഒരു ധാരണയാണ്. അപ്പോൾ ഈ നിയമപാലകർക്ക് പരസ്യമായി രാഷ്ട്രീയ ബോധമുണ്ട്. രാഷ്ട്രീയ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് സെല്ലായിട്ട് പോലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം പോലീസ് അസോസിയേഷനുകളിലുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. എങ്കിൽ പോലും ഇത്ര സജീവമായി ഈ ലിങ്ക് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യവും എത്രത്തോളം സാധാരണക്കാർക്ക് നീതി ലഭിക്കും. അതായത് സ്വാഭാവികമായിട്ട് തന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തകരായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന്, പ്രത്യേകിച്ച് നിയമപാലകനിൽ നിന്ന് ജനങ്ങൾക്ക് എത്രത്തോളം പക്ഷപാതമല്ലാത്ത നീതി ലഭിക്കും എന്നുള്ളൊരു ചോദ്യം കൂടി ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.